എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും രാഷ്ട്രീയ പാർട്ടികളുണ്ട് നമ്മുടെ കേരളത്തിൽ. ഇന്ത്യയിൽ എത്ര പാർട്ടികളുണ്ടോ അത്രയും പേരുടെ ഒരു ഘടകം ഇവിടെയുമുണ്ട്. എന്നിരുന്നാലും ജനങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നത് ഇതിലെത്രയെന്ന് ചോദിച്ചാൽ വളരെ വിരളവുമാണ്. അതുകൊണ്ട് തന്നെ ഓരോ പാർട്ടിയുടെയും ആദർശവും പ്രത്യയശാസ്ത്രവുമൊക്കെ അങ്ങനെ ഇല്ലാതായിരിക്കുന്നു. എല്ലാവരും ഉദരക്രിയയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നവരായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് പണ്ട് ജനങ്ങളുടെ ദൈനംദിന വിഷയങ്ങളിൽ ഇടപെട്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും ഇപ്പോൾ പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഉപാധിയായി പാർട്ടിയെ മാറ്റിയിരിക്കുന്നു എന്ന തിരിച്ചറിവിലാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഈ കാര്യം പാർട്ടി സമ്മേളനങ്ങൾ തന്നെ വിളിച്ചു പറയുവാൻ തയ്യാറാവുന്നത്. സത്യത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ കണ്ടെത്തുവാനോ അതിന് ഒരു പരിഹാരം കാണുവാനോ പാർട്ടികൾക്ക് സാധിക്കാതെയും വരുന്നു. ഭൂരിഭാഗം പേരും അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും പുറകിൽ പോകുമ്പോൾ സമൂഹത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ കാണുവാനുള്ള ആ ശക്തിയില്ലാത്തവരുമായും പലരും മാറുകയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇവിടെയുള്ള ഭൂരിഭാഗം പേർക്കും രാഷ്ട്രീയമില്ലാതെയായി അങ്ങനെ മാറുകയുമാണ്. നല്ലത് ആര് ചെയ്യുന്നോ അവരെ പിന്തുണക്കുവാനും ഇവിടെ പലരും തയ്യാറാകുകയും ചെയ്യുന്നു. അത്തരത്തിലൊരു പരിപാടിയാണ് കഴിഞ്ഞ ദിവസം എറണാകുളം നഗരത്തിൽ അരങ്ങേറിയത്. കേരള ഹൈക്കോടതി സമുച്ചയം പോലും സ്ഥിതി ചെയ്യുന്നൊരു നഗരമായിട്ടുള്ള കൊച്ചി മഹാനഗരത്തിൽ മറ്റു കേന്ദ്ര സംസ്ഥാന ഓഫീസുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ നൂറുകണക്കിന് ആളുകൾ ദിവസവും വന്നുപോകുന്ന നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പാലാരിവട്ടം എന്നുള്ളത്. അവിടെ കഴിഞ്ഞ 3 മാസത്തിലേറെയായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി പോവുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചുവെന്നോ എന്താണതിൻ്റെ പരിഹാരമെന്ന് കാണുവാനോ അത് മനസ്സിലാക്കുവാനോ ഡിവിഷൻ കൗൺസിലടക്കം ആരും തന്നെ മുന്നോട്ട് വന്നതുമില്ല. അവിടെ ഇങ്ങനെ ദിവസേന ലിറ്റർ കണക്കിന് കുടിവെള്ളം പാഴായി പോകുന്നത് കൊണ്ട് സമീപ പ്രദേശങ്ങളിലെ വീടുകളിലും മറ്റും കുടിവെള്ളം വേണ്ടത്ര കിട്ടുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത ആരാധനാലയമായിട്ടുള്ള സെൻറ്റ് മാർട്ടിൻ ഡി പോറസ് പള്ളിയിലും കുടിവെള്ളം കിട്ടാത്തതിനാൽ പള്ളിയുടെ ഭാരവാഹികൾ എല്ലാ പാർട്ടിക്കാരോടും MLA ആയ ഉമാ തോമസിനോടും പോലും നിരന്തരം പരാതി ഉന്നയിച്ചിട്ടും വാട്ടർ അതോറിറ്റിക്കും പരാതി സമർപ്പിച്ചിട്ടും പരിഹാരം കാണാതെ വന്നപ്പോഴാണ് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന BDJSൻ്റെ ജില്ലാ ഓഫീസിൽ നടന്ന ഒരു പുതുവത്സര ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ പള്ളി വികാരിയായ ഫാദർ തോമസ് വാളുക്കാരൻ എത്തിയ സമയത്ത് ഈ വിഷയം ഉന്നയിക്കുകയും BDJS അത് ഏറ്റെടുക്കുകയും ചെയ്തത്. അതിൻ്റെ ഭാഗമായി വാട്ടർ അതോറിറ്റിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ BDJS സമരം നടത്തുകയും ചെയ്തു. ഈ സമരം ഉദ്ഘാടനം ചെയ്തതാകട്ടെ ഫാദർ തോമസ് വാളുക്കാരൻ തന്നെയായിരുന്നു. ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ നാമധേയത്തിലുള്ള സമരസമിതിയുടെ നേതാവ് ശ്രീ മോഹൻകുമാറും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഏതായാലും BDJSൻ്റെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകുമാർ തട്ടാരത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരം അത് ഫലം കാണുകയും പിറ്റേ ദിവസം തന്നെ വാട്ടർ അതോറിറ്റി സംഭവ സ്ഥലത്ത് എത്തുകയും വിഷയത്തിൽ പരിഹാരം കാണുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് ഏത് വിഷയത്തിലും ഇടപെട്ടാൽ അതിന് പരിഹാരമാകുമെന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു BDJSൻ്റെ ഈ ഒരു വേറിട്ട പ്രതിഷേധ സമരം. ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ, ഒരു മനസാക്ഷിയുള്ള വ്യക്തിക്ക് കണ്ടു നിൽക്കാൻ സാധിക്കാത്ത വിധമാണ് മാസങ്ങളേറെയായിട്ടും ഒരു പരിഹാരമില്ലാതെ ഈ പറയുന്ന വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലും KSEBയുടെ ഓഫീസുകളിലും അധികാരികളുടെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെടുത്തിയിട്ടും ഇതിലെ കടന്നുപോകുന്ന എല്ലാ വാഹനങ്ങളിലുള്ള ആളുകളും ഈ കാഴ്ച കണ്ടിട്ട് ഈ കുടിവെള്ളം വെറുതെ നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ടിട്ട് ഒരു പ്രതികരണവുമില്ലാതെ ഈ 3 മാസവും കടന്നുപോയത് ഞാൻ ഇവിടെ ഇരുന്ന് കാണുകയാണ്. ഇതിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് ഞാൻ. കാരണം ഈ പള്ളിയിലെ മുനിസിപ്പാലിറ്റിയുടെ വെള്ളം വന്നിട്ട് 3 മാസമായി. 3 മാസമായിട്ട് കുടിവെള്ളത്തിന് വേണ്ടിയിട്ടും കുളിക്കുന്നതിനും മറ്റു സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ടും ടാങ്കർ ലോറിയിൽ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ടാങ്കർ ലോറിയിൽ വെള്ളം അടിച്ചതിന്റെ ഫലമായിട്ട് എനിക്ക് ഇൻഫെക്ഷൻ വന്ന് അതിന്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശുദ്ധവെള്ളമല്ല എനിക്ക് കിട്ടുന്ന വെള്ളം, ശുദ്ധവെള്ളം ഇവിടെ വേസ്റ്റായി പോവുകയും എന്റെ ആവശ്യത്തിനും മറ്റുള്ള ഇവിടെയുള്ള നാട്ടുകാരുടെ ആവശ്യത്തിനുമൊക്കെ ടാങ്കർ ലോറിയിൽ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇത് കണ്ടിട്ടും കാണുന്നില്ല. ബൈബിളിലൊരു വചനമുണ്ട്, കണ്ണുള്ളവൻ കാണട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് കണ്ടിട്ടും കണ്ണു തുറക്കാത്ത ആളുകളാണോ ഇവിടെയുള്ള ജീവിക്കുന്ന അധികാരികൾ?